السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والعاقبة للمتقين، ولا عدوان إلا على الظالمين، ونصلي ونسلم على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه الفائزين برضا الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. വേദിയിലും സദസ്സിലും സന്നിഹിതരായിട്ടുള്ള ഈ കൂട്ടായ്മയുടെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാരെ, നല്ലവരായ രക്ഷിതാക്കളെ, സഹോദര സഹോദരിമാരെ, വിശ്വാസികളെ, നാട്ടുകാരെ, സർവലോക നിയന്താവും കാരുണ്യവാനുമായ റബ്ബിൻ്റെ നിയമനിർദ്ദേശങ്ങൾ പരിപൂർണമായി ജീവിതത്തിൽ ഉൾക്കൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങളിൽ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്. ഇത്തരത്തിലുള്ള ഒരു സദസ്സ് സംഘടിപ്പിക്കപ്പെട്ടതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യമെന്ത് എന്നത് എനിക്ക് മുമ്പ് നടന്ന സംസാരങ്ങളിൽ നിന്ന് വളരെ കൃത്യമായി നാം ഏവരും മനസ്സിലാക്കുകയുണ്ടായി. വലിയ ഒരു ലക്ഷ്യത്തോടുകൂടി ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്നവരാണ് നമ്മൾ. ഈ ഭൗതികമായ ലോകത്തു നിന്ന് ഏത് സമയത്തും അനന്തമായ ജീവിതത്തിലേക്കുള്ള യാത്ര, അതിലേക്ക് നാം എത്തിപ്പെടും എന്നത് എല്ലാവർക്കും അറിയാവുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഈ ഭൗതികമായ ലോകത്ത് ജീവിക്കുന്ന ഏതൊരു മനുഷ്യന്റെ ജീവിതത്തിലും സംഭവിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ലാത്ത ഒന്ന് അവൻ്റെ റബ്ബിലേക്കുള്ള അവൻ്റെ മടക്കമാണ്. എന്നാൽ ആ മടക്കം ഏത് രൂപത്തിലായിരിക്കണം എന്നത് ആ റബ്ബ് തന്നെ വളരെ കൃത്യമായി നമ്മെ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. സാധാരണയായി ഇത്തരം സംസാരങ്ങളിൽ നിന്ന് ആവർത്തിച്ച് നാം കേൾക്കുന്ന ഒരു വചനമാണ് വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ എന്നത്. അല്ലാഹുവിലേക്കുള്ള നമ്മുടെ മടക്കം അത് മുസ്ലിമായി കൊണ്ടാവണമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇവിടെയാണ് പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും ഇത്തരത്തിലുള്ളതായ സദസ്സുകളുടെ പ്രാധാന്യത്തെ മനസ്സിലാക്കേണ്ടത്. എന്താണ് സത്യത്തിൽ മുസ്ലിമായി ജീവിക്കുക, അല്ലെങ്കിൽ എങ്ങനെയാണ് മുസ്ലിമായി മരിക്കാൻ സാധിക്കുക എന്നതിനെക്കുറിച്ച് വളരെ ഗൗരവത്തോടുകൂടി ചിന്തിക്കേണ്ടതുണ്ട്. കാരണം വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഹിജ്റിന്റെ 2-ാമത്തെ വചനത്തിലൂടെ
അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നുണ്ട്, റുബ്ബമാ യവദ്ദുല്ലദീന കഫറു ലൗ കാനൂ മുസ്ലിമീൻ. കാഫിറുകളായ ആളുകൾ അവർ കൊതിച്ചു പോകുന്ന ഒരു സമയമുണ്ട്. എന്താണ് അവർ കൊതിച്ചു പോകുന്നത്? ഞങ്ങൾ മുസ്ലിമീങ്ങളായിരുന്നു എങ്കിൽ എത്ര നന്നായിരുന്നു എന്ന്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഈ ആയത്ത് വിശദീകരിക്കുന്നിടത്ത് കൃത്യമായി പഠിപ്പിക്കുന്നത്, ഇത്തരത്തിൽ ആളുകൾ ആഗ്രഹിച്ചു പോകുന്ന രണ്ടു സന്ദർഭങ്ങളാണ് ഉള്ളത്. ഒന്ന്, നരകം കൺമുന്നിൽ കാണുന്ന സമയമാണ്. മറ്റൊന്ന് മരണത്തിന്റെ സമയമാണ്. ഈ രണ്ട് സമയങ്ങളിൽ മുസ്ലിമായി ജീവിച്ച് മുസ്ലിമായി മരിക്കാതെ പോകുന്ന ഏതൊരാളും ഞങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് മുസ്ലിമീങ്ങളായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ആഗ്രഹിച്ചു പോകുമെന്നാണ് വിശുദ്ധ ഖുർആനിലൂടെ റബ്ബ് സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. സഹോദരങ്ങളെ, മുസ്ലിമായി ജീവിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? കേവലം ഒരു മുസൽമാന്റെ നാമം നമുക്ക് ഉള്ളത് കൊണ്ട് നാം ഒരു യഥാർത്ഥ മുസൽമാനാണ് എന്ന് പറയാൻ പറ്റുമോ? അതല്ലെങ്കിൽ ഒരു മുസ്ലിം മഹല്ലത്തിൽ നമ്മളൊരു മെമ്പർഷിപ്പ് എടുത്തു എന്ന കാരണം കൊണ്ട് ഒരു മുസൽമാനാണ് എന്ന് പറയാൻ നമുക്ക് പറ്റുമോ? ഒരിക്കലും സാധ്യമല്ല. കാരണം മുസ്ലിം എന്ന വാക്കിന്റെ അർത്ഥം തന്നെ സൃഷ്ടിച്ച് തന്നെ പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന, തന്റെ കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായി അറിഞ്ഞ് തനിക്കാവശ്യമുള്ളതെല്ലാം ഒരുക്കിക്കൊണ്ടിരിക്കുന്ന ഏകനായ റബ്ബിനെ പരിപൂർണമായി അനുസരിച്ച് അവന് കീഴൊതുങ്ങി ജീവിക്കുക എന്നതാണ് സത്യത്തിൽ ഒരാൾ മുസ്ലിമാവുക എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം നമസ്കാരത്തിന്റെ സന്ദർഭങ്ങളിൽ പ്രാരംഭ പ്രാർത്ഥനയായി ചൊല്ലിയിരുന്ന ആ പ്രാർത്ഥനകൾ പഠിപ്പിക്കുമ്പോ കൃത്യമായി അല്ലാഹു പഠിപ്പിക്കുന്നുണ്ട്, ഖുൽ നബിയേ പറയണം, ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ ലാ ശരീക ലഹു വബിദാലിക ഉമിർതു വഅന അവ്വലുൽ മുസ്ലിമീൻ. ഏത് രൂപത്തിലുള്ള വ്യക്തിയാണ് സത്യത്തിൽ ഞാൻ മുസൽമാനാണ് എന്ന് പറയാൻ യോഗ്യനായിട്ടുള്ളത്? എന്റെ ജീവിതവും എന്റെ മരണവും എന്റെ ആരാധനാ കർമ്മങ്ങളും എല്ലാം തന്നെ ഈ സൃഷ്ടികൾ, ഈ ലോകത്തെ സൃഷ്ടിച്ച ഈ ആകാശങ്ങളെ, ഭൂമിയെ, സൂര്യചന്ദ്ര നക്ഷത്രാദികളെ എല്ലാം സൃഷ്ടിച്ചു പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന റബ്ബിന് ഞാനിതാ സമ്പൂർണമായി സമർപ്പിച്ചിരിക്കുന്നു. ലാ ശരീക ലഹു, അവന് പങ്കുകാരനില്ല. വബിദാലിക ഉമിർതു, അപ്രകാരം ജീവിക്കാനും വിശ്വസിക്കാനുമാണ് ഞാൻ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. വഅന അവ്വലുൽ മുസ്ലിമീൻ. ഇങ്ങനെ ജീവിതത്തെ ചിട്ടപ്പെടുത്തിയ ആളുകൾക്കാണ് പ്രിയപ്പെട്ടവരെ മുസ്ലിം എന്ന് പറയുന്നത്. സത്യത്തിൽ അത്തരത്തിലുള്ള ഒരു ജീവിതമാണോ ഞാനും നിങ്ങളുമൊക്കെ നയിച്ചു കൊണ്ടിരിക്കുന്നത് എന്നത് ഒരു വേള ഗൗരവത്തോടുകൂടി ചിന്തിക്കേണ്ടതുണ്ട്. സമ്പൂർണമായി റബ്ബിന് കീഴൊതുങ്ങി റബ്ബിന്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് അല്ലാഹുവിലേക്ക് മടങ്ങുക എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പഠിപ്പിച്ചില്ലേ, യാ അയ്യുഹല്ലദീന ആമനു ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ. അല്ലാഹുവിന്റെ മതത്തിലേക്ക്, അവന്റെ നിയമങ്ങളിലേക്ക്, അവന്റെ നിർദ്ദേശങ്ങളിലേക്ക് സമ്പൂർണമായി മടങ്ങിക്കൊണ്ട് അതിന് കീഴ്പ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്നാണ് റബ്ബ്
റബ്ബ് സുബ്ഹാനഹു വ തആല ആവശ്യപ്പെടുന്നത് ആ ജീവിതം നയിക്കുമ്പോഴാണ് ഇഹത്തിലും പരത്തിലും സമാധാനപൂർണമായ ഒരു ജീവിതം ആസ്വദിക്കാനും അനുഭവിക്കാനും നമുക്ക് സാധിക്കുകയുള്ളൂ. വിശുദ്ധ ഖുർആനിന്റെ 2-ാം അധ്യായം സൂറത്തുൽ ബഖറ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു, ഫഇമ്മാ യഅതിയന്നകും മിന്നീ ഹുദാ. അതേ വിശുദ്ധ ഖുർആനിലൂടെ പ്രവാചകന്റെ അധ്യാപനങ്ങളിലൂടെ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നമ്മുടെ വിശ്വാസ കർമ്മ ആചാര അനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ട് റബ്ബിൽ നിന്ന് വഹീന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ലഭിച്ച മാർഗനിർദ്ദേശങ്ങളുണ്ട്. ആ മാർഗനിർദ്ദേശങ്ങൾ ഫമൻ തബിഅ ഹുദായ്, ആ മാർഗനിർദ്ദേശങ്ങൾ അനുധാവനം ചെയ്തുകൊണ്ട് ആര് അവന്റെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുന്നുവോ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അത്തരം ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ജീവിതത്തിൽ ടെൻഷനുകൾ ഉണ്ടാവുകയില്ല, അവർക്ക് ജീവിതത്തിൽ ഒന്നിനെയും ഭയപ്പെടേണ്ടതില്ല എന്ന് വിശുദ്ധ ഖുർആനിലൂടെ റബ്ബ് സുബ്ഹാനഹു വ തആല കൃത്യമായി പഠിപ്പിക്കുകയാണ്. അതാണ് സഹോദരങ്ങളെ, അല്ലാഹു ഒരു യഥാർത്ഥ മുസൽമാനായി ജീവിക്കാൻ നമ്മോട് ആവശ്യപ്പെടുന്നതിന്റെ പിന്നിലുള്ള കാരണം ഇഹത്തിലും പരത്തിലും സമാധാനപൂർണമായ ജീവിതം നയിക്കാൻ ആ റബ്ബിന്റെ കൽപ്പനകളിലേക്ക് സമ്പൂർണമായും മടങ്ങുന്നതിലൂടെ മാത്രമേ സാധ്യമാവുകയുള്ളൂ എന്നതാണ്. സഹോദരങ്ങളെ, ലോകത്ത് കടന്നു വന്ന പ്രവാചകന്മാര്, ഏതൊരു സമൂഹത്തിലേക്ക് കടന്നു വന്ന പ്രവാചകന്മാരാണെങ്കിലും ആ സമുദായം അള്ളാഹുവിന്റെ നിയമങ്ങളിൽ നിന്ന് നിർദ്ദേശങ്ങളിൽ നിന്ന് അകന്ന് ജീവിക്കുന്ന സാഹചര്യത്തിലാണ് ആ ജനതയെ, ആ നാട്ടുകാരെ അള്ളാഹുവിന്റെ കൽപ്പനകളിലേക്ക് തിരിച്ചു കൊണ്ടുവരാനാണ് പ്രവാചകന്മാര് കടന്നു വന്നത്. അങ്ങനെ കടന്നു വന്ന ഒന്നാമത്തെ പ്രവാചകനാണ് മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. നൂഹ് നബി അലൈഹിസ്സലാമ കടന്നു വരുന്നത് ആദം അലൈഹിസ്സലാമയുടെ 10ാമത്തെ തലമുറയിലേക്കാണ്. ആ 10 തലമുറയിലുള്ള ആളുകൾ അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് സമ്പൂർണമായി കീഴൊതുങ്ങി എന്തിനാണോ മനുഷ്യന്റെ സൃഷ്ടിപ്പ് അള്ളാഹു ലോകത്ത് നടത്തിയത് ആ ലക്ഷ്യ പൂർത്തീകരണത്തോടുകൂടി ജീവിതം നയിച്ചവരായിരുന്നു. എന്തിനാണ് മനുഷ്യന്റെ സൃഷ്ടിപ്പ്? വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. വിശുദ്ധ ഖുർആനിന്റെ 51-ാം അധ്യായം സൂറത്തു ദാരിയാത്തിന്റെ 56-ാമത്തെ വചനത്തിലൂടെ റബ്ബ് സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു, ഇൻസ് വർഗത്തെ ജിന്ന് വർഗത്തെ അല്ലാഹു സൃഷ്ടിച്ചത് അവന് മാത്രം ഇബാദത്ത് ചെയ്തുകൊണ്ട് പ്രാർത്ഥനകളും നേർച്ചകളും വഴിപാടുകളും സത്യം ചെയ്യലുകളും എല്ലാം പടച്ച റബ്ബിന് മാത്രം അർപ്പിച്ചുകൊണ്ട് ജീവിതം നയിക്കുവാൻ വേണ്ടിയാണ്. ഒന്നുമില്ലായ്മയിൽ നിന്ന് ഇന്ന് കാണുന്ന ഈ അവസ്ഥയിലേക്ക് നമ്മെ ഘട്ടം ഘട്ടമായി അവൻ സൃഷ്ടിച്ച് നമുക്ക് ജീവിക്കാൻ ആവശ്യമായ ഈ സംവിധാനങ്ങളും സൗകര്യങ്ങളും എല്ലാം ഒരുക്കി തന്നത് എന്ന് വിശുദ്ധ ഖുർആനിലൂടെ പടച്ച റബ്ബ് പഠിപ്പിക്കുമ്പോൾ ആദം അലൈഹിസ്സലാമയുടെ 10 തലമുറ ആ റബ്ബിനെ മാത്രം ആരാധിച്ച് തൗഹീദിന്റെ വക്താക്കളായി റബ്ബിന്റെ കൽപ്പനകൾക്കെതിരായി ഒന്നും പ്രവർത്തിക്കാതെ ജീവിതം നയിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ മഹാനായ നൂഹ് നബി അലൈഹിസ്സലാമ വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് അവിടെ ഉണ്ടായിരുന്ന 5 വലിയകള് അവരുടെ കാലശേഷം അവരെ ആദരിച്ചുകൊണ്ട് അവരുടെ രൂപങ്ങളില് പ്രതിമകൾ ഉണ്ടാക്കപ്പെട്ടപ്പോൾ ഉണ്ടാക്കിയ ആളുകളുടെ കാലശേഷം വന്ന തലമുറ ഇവിടെ ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഈ 5 ആളുകളുടെ രൂപങ്ങൾ മാത്രം നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് ചിന്തിച്ച് അതിലെന്തോ മഹത്വമുണ്ട്, അതിലെന്തോ പ്രാധാന്യമുണ്ടെന്ന് അവര് സ്വയം കണ്ടെത്തിയിട്ട് പിന്നീട് ആ പ്രതിമകൾക്ക് മുന്നില് ആ രൂപങ്ങൾക്ക് മുന്നില് ആ വ്യക്തികളെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥനകളും അങ്ങനെ അവിടെ ഇബാദത്ത് അർപ്പിക്കുന്ന ഒരു സാഹചര്യം കടന്നു വന്നപ്പോ അതാ തൗഹീദിന്റെ ഏക സമുദായമായി ജീവിച്ചിരുന്ന ആ ജനതയിലേക്ക് അല്ലാഹു ഏറെ വെറുക്കുന്ന അശ്ശിർക്കു ബില്ലാഹ്, പടച്ച റബ്ബിൽ പങ്കു ചേർക്കുക എന്ന നരകം അതേ യാഥാർത്ഥ്യമാകുന്ന
ഹറാമാകുന്ന, സ്വർഗം നിഷിദ്ധമാകുന്ന ആ വൻപാപം കടന്നു വന്നപ്പോ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ജനതയിലേക്ക് പ്രവാചകനായി നിയമിക്കുകയാണ്. നൂഹ് നബി അലൈഹിസ്സലാം കടന്നു വന്ന് ആ സമൂഹത്തെ പഠിപ്പിക്കുന്നു. യാ ഖൗമി ഉഅ്ബുദുല്ലാഹ് മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു. ഓ ജനങ്ങളെ, അല്ലാഹുവിനെ ആരാധിക്കുക, അല്ലാഹുവിനെ ആരാധിക്കുക. അവനല്ലാതെ നിങ്ങൾക്ക് ദൈവമില്ല. അതുകൊണ്ട് തന്നെ ഈ പറയപ്പെടുന്ന ആളുകൾക്ക് മുന്നിലേക്ക് നിങ്ങൾ പ്രാർത്ഥനകളുമായി, നേർച്ചകളുമായി, അതേ ശരണ്യങ്ങളും വരണ്യങ്ങളുമായി ഒരു സൃഷ്ടിയുടെ മുന്നിലേക്കും നിങ്ങൾ പോകല്ല. സട്ടാവായ റബ്ബിനെ മാത്രം ആരാധിച്ച് അവനിൽ മാത്രം സങ്കടങ്ങൾ പറഞ്ഞ് ജീവിക്കണമെന്ന് ഒന്നാമത്തെ റസൂലായി കടന്നു വന്ന നൂഹ് നബി അലൈഹിസ്സലാം ജനതയെ പഠിപ്പിക്കുകയാണ്. അതേ സഹോദരങ്ങളെ, ലോകത്ത് കടന്നു വന്ന സർവ്വ പ്രവാചകന്മാരും ആ പ്രവാചകന്മാര് വരാനുണ്ടായ സാഹചര്യം റബ്ബിൽ നിന്ന് ജനങ്ങള് റബ്ബിന്റെ സൃഷ്ടികളിലേക്ക് മടങ്ങിയപ്പോ പ്രാർത്ഥനകളുമായി, ആരാധനകളുടെ സർവ്വസീമകളുമായി റബ്ബിനെ വിട്ട് റബ്ബിന്റെ സൃഷ്ടികളിലേക്ക് ആളുകൾ മടങ്ങിയപ്പോ ആ ജനതയെ, ആ സമൂഹത്തെ സട്ടാവിലേക്ക് മടക്കിക്കൊണ്ടുവരാൻ പ്രിയപ്പെട്ടവരെ കാലാന്തരങ്ങളിലായി പല പ്രവാചകന്മാരും കടന്നു വന്നു. അങ്ങനെ വന്ന പ്രവാചക ശൃംഖലക്ക് പരിസമാപ്തി കുറിച്ചുകൊണ്ട് മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മിലേക്ക് കടന്നു വരുമ്പോ ആ പ്രവാചകനും വരുന്ന സാഹചര്യത്തിൽ അതാ പ്രിയപ്പെട്ടവരെ ബിംബാരാധനക്കെതിരെ ഒറ്റയാൾ പോരാട്ടം നടത്തിയ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം കഅബക്കകത്ത് അദ്ദേഹത്തിന്റെ രൂപത്തിൽ പ്രതിമയുണ്ടാക്കി, ബിംബമുണ്ടാക്കി അതിന്റെ മുന്നിൽ ആരാധനയർപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ രൂപമുണ്ടാക്കി അതിന്റെ മുന്നിൽ ഇസ്മായിൽ നബിയെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. ആ സമൂഹത്തിന്റെ മുന്നിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തൗഹീദ് പഠിപ്പിക്കുകയാണ്. സൃഷ്ടികളിലേക്കല്ല മടങ്ങേണ്ടത്. പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോ, പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോ, പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോ അതിൽ നിന്ന് പരിഹാരം തേടിക്കൊണ്ട് നിങ്ങൾക്ക് ആശ്വാസമാണ്, സമാധാനമാണ്, നിർഭയത്വമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ അത് സട്ടാവിൽ നിന്നേ ലഭിക്കുകയുള്ളൂ. അവനാണ് നിങ്ങൾക്ക് നിർഭയത്വം നൽകുന്നവൻ. അതുകൊണ്ട് ഫൽയഅബ്ദു റബ്ബ ഹാദൽ ബൈതി അല്ലദീ അത്അമഹും മിൻ ജൂഅ് വആമനഹും മിൻ ഖൗഫ് എന്ന് പഠിപ്പിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളിലൂടെ സട്ടാവിലേക്ക് മടക്കിക്കൊണ്ടുവരാൻ ആ സമൂഹത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഹയിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാവുകയാണ്. സഹോദരങ്ങളെ, അങ്ങനെ ലോകത്ത് കടന്നു വന്ന സർവ്വ പ്രവാചകന്മാരും സൃഷ്ടികളിലേക്ക് മടങ്ങിയ ഒരു സമൂഹത്തെ സട്ടാവിലേക്ക് മടക്കിക്കൊണ്ടുവരാൻ, സൃഷ്ടികൾക്ക് മുന്നിൽ ആരാധന അർപ്പിച്ചിരുന്ന ഒരു സമൂഹത്തെ സട്ടാവിന്റെ മുന്നിൽ ആരാധനയർപ്പിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കടന്നു വന്നവരാണെങ്കിൽ ഇനിയതാ സൃഷ്ടികൾക്ക് മുന്നിലേക്ക് ആരാധനകളുമായി കടന്നു പോകുന്ന സമൂഹത്തെ പിടിച്ചുകൊണ്ടുവരാൻ, തിരിച്ചു സട്ടാവിലേക്ക് മടക്കിക്കൊണ്ടുവരാൻ ഇനി ഒരു പ്രവാചകൻ വരാനില്ലാത്തത് കൊണ്ട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പ്രവാചകരിൽ വിശ്വസിക്കുന്ന സർവ്വ മുസ്ലിമീങ്ങളോടും പറയുന്നുണ്ട്, അതെ, ഈ ഉത്തരവാദിത്വം നിങ്ങളാണ് ഏറ്റെടുക്കേണ്ടത്. ഫൽയുബല്ലിഗ്, അതെ, അശ്ശാഹിദുൽ ഗായിബ, ഈ സന്ദേശം അറിഞ്ഞവരും അറിയാത്തവരിലേക്ക് എത്തിച്ചു കൊടുക്കണമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ദുൽഹിജ്ജ 10 അറഫയിൽ നടത്തിയ സംസാരത്തിൽ വെച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പ്രവാചകന്റെ വാക്ക് ഏറ്റെടുത്തുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ കേരളക്കരയിൽ ഈ ഒരു പ്രസ്ഥാനം ഇതുവരെയും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. സൃഷ്ടികളിലേക്കല്ല, സട്ടാവിലേക്ക് മടങ്ങണം നമ്മൾ.
സട്ടാവിലേക്ക് മടങ്ങണം. അതേ, ആകാശത്തെ സൃഷ്ടിച്ച, സൂര്യനെ സംവിധാനിച്ച, നക്ഷത്രങ്ങളെ സംവിധാനിച്ച, പ്രിയപ്പെട്ടവരെ ഭൂമിയെ സംവിധാനിച്ച, നമുക്ക് താമസിക്കാൻ പറ്റുന്ന രൂപത്തില് ഈ ഭൂമിയെ സംവിധാനിച്ചു തന്ന റബ്ബിലേക്ക് മടങ്ങണം. റബ്ബിന്റെ മുന്നിൽ മാത്രമായിരിക്കണം ആരാധന അർപ്പിക്കേണ്ടത്. ഇന്ന് ലോകത്ത് ആരൊക്കെ ആരാധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുവോ അവരെല്ലാവരും സൃഷ്ടികളാണ്. അവർക്ക് മുമ്പേ ആകാശമുണ്ട്. പ്രിയപ്പെട്ടവരെ, നേരത്തെ നമ്മൾ കൃത്യമായ ഒരു സംസാരം മുമ്പ് കേട്ടിരുന്നു. അതിലൂടെ തന്നെ കാര്യങ്ങൾ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ശ്രീരാമന് മുമ്പ്, ശ്രീകൃഷ്ണന് മുമ്പ്, യേശുക്രിസ്തുവിന് മുമ്പ്, മുഹമ്മദ് നബിക്ക് മുമ്പ്, ബദരീങ്ങൾക്ക് മുമ്പ് ആകാശമുണ്ടെങ്കിൽ, ഭൂമിയുണ്ടെങ്കിൽ, മഴ വർഷിക്കുന്നുണ്ടെങ്കിൽ, സൂര്യൻ ഉദിക്കുന്നുണ്ടെങ്കിൽ, പ്രകാശം, അതേ ചന്ദ്രൻ പ്രകാശിക്കുന്നുണ്ടെങ്കിൽ, ആകാശ ലോകത്ത് അതിന് മനോഹാരിത നൽകിക്കൊണ്ട് അതേ നക്ഷത്രങ്ങൾ ഉദിച്ചു വരുന്നുണ്ടെങ്കിൽ, അതിനെയെല്ലാം സംവിധാനിച്ചവൻ ആരാണോ ആ സംവിധാനിച്ചവന്റെ മുന്നിൽ മാത്രം ആരാധനകളും വഴിപാടുകളും നേർച്ചകളും അർപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് അവന്റെ നാമമാണ് അല്ലാഹു എന്ന് പറയുന്നത്. കേവലം മുസൽമാന്റെ ദൈവം എന്നല്ല, അല്ലാഹു എന്ന പദത്തിന്റെ അർത്ഥം സാക്ഷാൽ ദൈവമെന്നാണ്. ജഗദീശ്വരൻ എന്ന് വിളിക്കാറില്ലേ? ഹിരണ്യഗർഭൻ എന്ന് വിളിക്കാറില്ലേ? അതേ, കർത്താവ് എന്ന് വിളിക്കാറില്ലേ? അതാണ് അല്ലാഹു എന്ന് അറബിയിൽ പറയുന്നത്. ആ റബ്ബിന്റെ മുന്നിൽ മാത്രമായിരിക്കണം പ്രിയപ്പെട്ടവരെ ഇബാദത്തുകൾ അർപ്പിക്കേണ്ടത് എന്നതാണ് ഇസ്ലാം സമൂഹത്തെ പഠിപ്പിക്കുന്നത്. ആ ഒരു ആദർശത്തിലേക്ക് നമ്മൾ മടങ്ങേണ്ടതുണ്ട്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അങ്ങനെ മടങ്ങാതെ ജീവിച്ചാൽ, ആ സട്ടാവിന്റെ മുന്നിൽ മാത്രം ആരാധന അർപ്പിക്കുന്ന തൗഹീദിന്റെ സന്ദേശത്തിലേക്ക്, തൗഹീദിന്റെ ആദർശത്തിലേക്ക് നമ്മൾ മടങ്ങാതെ, നമ്മൾ ആരൊക്കെയോ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ആർക്കൊക്കെയോ മുന്നിൽ നമ്മുടെ ആരാധനകൾ അർപ്പിച്ചുകൊണ്ട് ശിർക്ക് ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ഒരു സാഹചര്യത്തിൽ തുടരുകയാണെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നമ്മൾ വിലപിക്കുന്ന ഒരു സമയം വരാനുണ്ട്. എന്താണ് വിലാപമെന്നറിയുമോ? പടച്ച റബ്ബേ, നിന്നിലേക്ക് മടങ്ങാൻ, നിന്നിലേക്ക് മടങ്ങാൻ എന്നെ ഒന്ന് മടക്കുമോ? എന്നെ ഒന്ന് മടക്കുമോ? മരണത്തിന്റെ സമയം, റൂഹ് പിടിക്കാൻ മലക്കുൽ മൗത്തിനെ കാണുന്ന സമയം, റബ്ബി ലൗലാ അഖർതനീ, പടച്ച റബ്ബിന്റെ മുന്നിൽ സട്ടാവിലേക്ക് മടങ്ങാതെ അവന്റെ മുന്നിൽ മാത്രം ഇബാദത്ത് അർപ്പിച്ചുകൊണ്ട് ജീവിക്കാതെ നമ്മൾ മരണപ്പെട്ടു പോകുന്ന സാഹചര്യം വന്നാൽ റബ്ബിനോട് നിലവിളിച്ചുകൊണ്ട് നമ്മൾ പറഞ്ഞു പോകുന്നുണ്ട്, അല്ലാഹുവേ, നിന്നിലേക്ക് മടങ്ങാൻ എനിക്ക് നീ തിരിച്ച് ഭൂമിയിലേക്ക് മടങ്ങാൻ ഒരവസരം നൽകുമോ എന്ന് പറയുന്ന ഒരു സങ്കടകരമായ അവസ്ഥ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനുണ്ട്. അത്തരമൊരു സാഹചര്യത്തിൽ എത്തപ്പെടാതിരിക്കാൻ, പ്രിയപ്പെട്ടവരെ, ഇന്ന് ആരോഗ്യത്തോടുകൂടി ജീവിച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. നമ്മുടെ ആരാധനകള് നമ്മൾ ആരെ വിളിക്കണം? ജീവിതത്തിലെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോ എന്നെ പോലെ സൃഷ്ടിക്കപ്പെട്ടവന്റെ മുന്നിൽ ഞാൻ ഇത് പറഞ്ഞിട്ടെന്ത് കാര്യമാണുള്ളത്? അതും മരണപ്പെട്ടു പോയ ആളുകളാണെങ്കിൽ, ഒരാൾ ജീവിച്ചിരിക്കുന്ന കാലത്തുണ്ടായ സർവ്വ കഴിവുകളും നഷ്ടപ്പെട്ടു എന്ന അവസ്ഥക്കാണ് മരണമെന്ന് പറയുന്നത്. മരണപ്പെട്ടവനെ സംബന്ധിച്ചിടത്തോളം ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് തന്നെ അവന്റെ കേൾവിക്ക് പരിധിയുണ്ട്, അവന്റെ കാഴ്ചക്ക് പരിധിയുണ്ട്. എന്നാൽ ഒരാൾ മരണപ്പെട്ടു എന്ന് പറഞ്ഞാൽ അവന്റെ നിലവിലുള്ള എല്ലാ കഴിവുകളും നഷ്ടപ്പെട്ടു എന്നാണ് അതിനർത്ഥം. പ്രിയപ്പെട്ടവരെ, അങ്ങനെ മരണപ്പെട്ടവർക്ക് മുന്നിൽ സങ്കടങ്ങൾ പറഞ്ഞിട്ട്, യാതനകളും വേദനകളും കഷ്ടപ്പാടുകളും ദുരിതങ്ങളും പൊട്ടിക്കരഞ്ഞ് സുജൂദ് ചെയ്തുകൊണ്ട് പറഞ്ഞിട്ട് പ്രയോജനമില്ലെന്ന് നമ്മെ സൃഷ്ടിച്ച സട്ടാവ് കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ആ സട്ടാവിന്റെ വാക്കുകളിലേക്ക് മടങ്ങി ലോകത്തിന്റെ ആ റബ്ബിലേക്ക് മടങ്ങുന്ന ആ മടക്കം നല്ല രൂപത്തിലായി തീരാൻ, പ്രിയപ്പെട്ടവരെ, നമ്മൾ ജീവിതത്തിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. അതിനുവേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഒരു സദസ്സ് ഈ ഒരു സ്ഥലത്ത് ഈ സമയത്ത് സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ആരോടും വാശി തീർക്കാനല്ല,
ആരുടെ മുന്നിലും ശക്തി കാണിക്കാനല്ല, മറിച്ച് നമുക്കൊരു മരണമുണ്ട്, മരണാനന്തര ജീവിതമുണ്ട്. ആരും സഹായിക്കാനില്ലാത്ത, ആരും രക്ഷയ്ക്ക് വരാനില്ലാത്ത, നമ്മുടെ കർമ്മങ്ങൾ മാത്രം രക്ഷയ്ക്ക് വരുന്ന ഒരു ലോകമുണ്ട് പ്രിയപ്പെട്ടവരെ. നമുക്ക് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ താനേറെ സ്നേഹിക്കുന്ന തന്റെ പുന്നാരമോള് ഫാത്തിമ ബീവിയോട് പറഞ്ഞതാണ്, ഫാത്തിമ, നീ എന്റെ കരളിന്റെ കഷ്ടമാണ്. ഈ ഭൂമി ലോകത്ത് വെച്ച് വാപ്പാനോട് എന്തു വേണമെങ്കിലും ചോദിച്ചോ, വാപ്പാന്റെ സ്വത്തിൽ നിന്ന് എന്താണ് എന്റെ മോൾക്ക് വേണ്ടത്, വാപ്പ നൽകാം. പക്ഷെ നാളെ കത്തിജ്വലിക്കുന്ന നരകത്തിന്റെ തീനാളങ്ങളിൽ നിന്ന് ഫാത്തിമ, നിന്നെ രക്ഷപ്പെടുത്താൻ എനിക്ക് സാധ്യമല്ല എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പൊന്നുമോളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, ആരാ നമ്മെ സഹായിക്കാനുണ്ടാവുക? പലരും ഏറ്റെടുക്കാൻ തയ്യാറുണ്ട് എന്ന് പറഞ്ഞ് പറ്റിച്ചവരുണ്ടാവാം. പക്ഷേ ഒരാളും തയ്യാറാവുകയില്ല, ഒരാളും രക്ഷയ്ക്ക് വരികയില്ല. യൗമ യഫിറുൽ മർഉ മിൻ അഖീ വ ഉമ്മിഹി വ അബീ വ സ്വാഹിബതിഹി വ ബനീ ലികുല്ലി ഇംറിഇൻ മിൻഹും യൗമഇദിൻ ശഅ്നുൻ യുഗ്നീ എന്നാണ് പരലോകം ഒരുക്കിയ റബ്ബ് ആ പരലോകത്തെ കുറിച്ച് നമ്മെ പഠിപ്പിച്ചത്. വാപ്പ മക്കളെ വിട്ട് ഓടിപ്പോകുന്ന സമയമാണ്, സഹോദരൻ വിട്ട് പാറിപ്പോകുന്ന സമയമാണ്. ഇണയെ നോക്കുന്നില്ല, മക്കളെ നോക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, പ്രവാചകന്മാരുടെ അരികിലേക്ക് ഓരോരുത്തരും ശുപാർശക്കെടുക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടുകൊണ്ട് കടന്നു ചെല്ലുമ്പോ ആ പ്രവാചകന്മാര് വരെ അവരുടെ ഭൗതികമായ ജീവിതത്തിലെ ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്കാവില്ല എന്ന് പറഞ്ഞ് പേടിയോടെ മാറി നിൽക്കുന്നുണ്ടെങ്കിൽ, സിറാത്ത് പാലത്തിന്റെ മുകളിലേക്ക് കാലെടുത്ത് വെക്കുന്ന പ്രവാചകന്മാര് പോലും അല്ലാഹുമ്മ സല്ലിം എന്ന് പറയുന്നുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നമ്മെ സഹായിക്കാൻ ആരും വരാത്ത ലോകമാണ് പരലോകമെന്ന് പറയുന്നത്. ആ ലോകത്തിനു വേണ്ടി ഒരുങ്ങുക എന്നതാണ് ഈ മരണം നമ്മിലേക്ക് വരുന്നതിന് മുമ്പായി നമുക്ക് ചെയ്യാനുള്ളത്. ആ ഒരുക്കം നന്നാവാൻ വേണ്ടിയാണ് സഹോദരങ്ങളെ ഇത്തരത്തിലുള്ള ചില പരിപാടികളുമായി ഈ ഒരു കൂട്ടായ്മ നിങ്ങൾക്കിടയിലേക്ക് വരുന്നത്. നമ്മെ സൃഷ്ടിച്ച നമ്മുടെ സട്ടാവിന്റെ സന്ദേശങ്ങളും ആദർശങ്ങളും ആ റബ്ബിന്റെ വാക്കുകളും കൃത്യമായി ഉൾക്കൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കണം. ഇല്ലേ, നേരത്തെ ഞാൻ സൂചിപ്പിച്ചല്ലോ, മരണത്തിന്റെ സമയത്ത് വിലപിക്കും. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഫിർഔൻ വഅന റബ്ബുകുമുൽ അഅ്ലാ എന്ന് സമൂഹത്തോട് പെരുമ്പറ കൊട്ടി മുഴക്കി വിളിച്ചു പറയാൻ ധൈര്യം കാണിച്ച ഫിർഔൻ. അതേ സഹോദരങ്ങളെ, റബ്ബ് അവനെ നശിപ്പിക്കുന്ന സമയത്ത് സമുദ്രത്തിൽ മുങ്ങുകയും പൊങ്ങുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഫിർഔന് പറഞ്ഞു പോയിട്ടുണ്ട്, ബനൂ ഇസ്രായേലുകാർ വിളിച്ച, ബനൂ ഇസ്രായേലുകാർ വിശ്വസിച്ച ആ ദൈവത്തിൽ ഞാനും ഇതാ വിശ്വസിക്കുന്നു, വഅന മിനൽ മുസ്ലിമീൻ, ഞാനും മുസ്ലിമാണ് എന്ന് ഫിർഔന് മരണത്തിന്റെ സമയത്ത് പറഞ്ഞതായി 10-ാം അധ്യായം സൂറത്ത് യൂനുസിന്റെ 90-ാമത്തെ ആയത്തിൽ റബ്ബ് പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ, ആ സമയത്ത് നമ്മൾ ഇതൊന്നും പറഞ്ഞത് കൊണ്ട് കാര്യമായില്ല. ആ സമയത്ത് ഇതെല്ലാം നമുക്ക് ബോധ്യപ്പെടും. അല്ലാഹുവല്ലാതെ ഒരാളെയും ആരാധിക്കാൻ പാടില്ല എന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശത്തിന്റെ മഹത്വം ആ സമയത്ത് ബോധ്യപ്പെടും ശരിക്ക്. പക്ഷേ സമയം കഴിഞ്ഞുപോയി, അവസരം തീർന്നുപോയി സഹോദരങ്ങളെ. അതുകൊണ്ട് തന്നെ നമ്മെ സൃഷ്ടിച്ച്, നമ്മെ സദാ നിയന്ത്രിച്ച്, നമ്മെ പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന അല്ലാഹുവിന്റെ നിയമങ്ങളിലേക്ക് പരിപൂർണമായി മടങ്ങുക. സൂചിപ്പിച്ചു വന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് സമ്പൂർണമായി അവന് കീഴ്പ്പെട്ട് ജീവിക്കുമ്പോഴാണ് സത്യത്തിൽ ഒരാൾ ഒരു മുസ്ലിം എന്ന് പറയാൻ പറ്റുന്ന രൂപത്തിലായിത്തീരുന്നത്. അത്തരത്തിലുള്ള ഒരു ജീവിതമാണോ സത്യത്തിൽ മുസ്ലിമീങ്ങളായ നാം ഏവരും നയിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ഒരു വേള ചിന്തിക്കേണ്ടതുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഇബാദത്തുകൾ അത് അല്ലാഹുവിലേക്ക് മാത്രമാവുക എന്നത്. അതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നതും.
കാരണം ഇബാദത്ത് അല്ലാഹുവല്ലാത്ത ആളുകളിലേക്ക് അർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നീട് അവൻ്റെ ജീവിതത്തിൽ എന്ത് നന്മകളുണ്ടായിട്ടും അത് പരിഗണിക്കപ്പെടുന്നതല്ല. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അടക്കം അല്ലാഹ് പറഞ്ഞതാണ്, പ്രവാചകരെ, ലഇൻ അശ്റക്ത, താങ്കളിലെങ്ങാനും ശിർക്ക് വന്നാൽ ലയഹ്ബതുന്ന അമലുക്, താങ്കളുടെ അമലുകളെല്ലാം ബാത്തിലായി പോകും. വല തകൂനന്ന മിനൽ ഖാസിരീൻ, താങ്കൾ സ്വർഗം നഷ്ടപ്പെട്ട് നരകം ലഭിക്കുന്ന ആ നഷ്ടക്കാരിൽ ഒരാളായി തീരുമെന്ന് ലോകത്ത് ദീന് പഠിപ്പിക്കാൻ കടന്നു വന്ന സർവ പ്രവാചകന്മാരോടും അള്ളാഹു പഠിപ്പിച്ച വിഷയമാണ്. അതിനെയാണ് ഇന്ന് പലപ്പോഴും പലരും വളരെ നിസ്സാരമായി കണ്ടുകൊണ്ടിരിക്കുന്നത്. പാടില്ല എന്ന് വളരെ കൃത്യമായി വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പഠിപ്പിച്ചതിനെ അനുവദിച്ചു കൊടുക്കാവുന്ന രൂപത്തിൽ അള്ളാഹുവിൻ്റെ വചനങ്ങളെയും പ്രവാചകന്റെ വചനങ്ങളെയും വളച്ചൊടിച്ച് ദുർവ്യാഖ്യാനിച്ച് തങ്ങളുടേതായ ആദർശം സ്ഥാപിക്കാൻ യാതൊരു പേടിയുമില്ലാത്ത വിധത്തിൽ സഹോദരങ്ങളെ പലരും തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പഠിപ്പിച്ചതാണ്, വഅന്നൽ മസാജിദ ലില്ലാഹ് ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ, പള്ളികൾ അല്ലാഹുവിനുള്ളതാണ്. ആ അല്ലാഹുവിനെ ആരാധിക്കാൻ സ്ഥാപിക്കപ്പെട്ട പള്ളികളിൽ വെച്ചുകൊണ്ട് ഒരാളെയും അല്ലാഹുവോടൊപ്പം നിങ്ങൾ വിളിക്കരുത് എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പഠിപ്പിച്ചതാണ്. ഞാൻ പറഞ്ഞതിന് വ്യത്യസ്തമായി എന്തെങ്കിലും ഒരു അർത്ഥം അതിന് വേറെ പറയാനുണ്ടോ? അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ അർത്ഥത്തിൽ എന്തെങ്കിലും തകരാറുണ്ടോ? അതേപോലെ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു പ്രവാചകരോട് പറയാൻ, ഇന്നമാ അദ്ഉ റബ്ബി, ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ. സഹോദരങ്ങളെ, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് നമുക്ക് എല്ലാത്തിലും റോൾ മോഡല്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അറിഞ്ഞിരുന്ന ആളുകൾ തന്നെയായിരുന്നു മക്കയിലെ മുശ്രിക്കുകള്. നമുക്കറിയാമല്ലോ, അവര് കടലിൽ സഞ്ചരിക്കുന്ന സമയത്ത് ആ കപ്പല് കാറ്റിലും കോളിലും പെട്ട് ആടി ഉലയാൻ തുടങ്ങുന്ന സമയത്ത് അവരല്ലാഹുവിനെ വിളിച്ചവരായിരുന്നു എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ആകാശം സൃഷ്ടിച്ചത് ആരാണ് എന്ന് ചോദിച്ചാൽ അത് അല്ലാഹയാണെന്നവര് പറഞ്ഞിരുന്നു. ഭൂമിയെ സംവിധാനിച്ചത്, ആകാശത്തുനിന്ന് മഴ വർഷിപ്പിക്കുന്നത്, സൂര്യനെ ചന്ദ്രനെ അത് കൃത്യമായി നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്, എന്തിനേറെ ഒന്നുമില്ലായ്മയിൽ നിന്ന് തങ്ങളെ സൃഷ്ടിച്ചതാരാ എന്ന് ചോദിച്ചാലും മക്കയിലെ മുശ്രിക്കീങ്ങൾ അല്ലാഹുവാണ് എന്ന് പറഞ്ഞിരുന്നു. എന്നിട്ടും അതാ ആ സമൂഹത്തെ വീണ്ടും അല്ലാഹുവിലേക്ക് മടക്കുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. ഈ വിശ്വാസം മാത്രമുണ്ടായത് കൊണ്ട് കാര്യമില്ല. അല്ലാഹുവോടൊപ്പം അവരതാ അവരുടേതായ പ്രശ്നങ്ങളും പ്രയാസങ്ങളും റബ്ബിലേക്ക് നേരിട്ട് എത്താൻ വേണ്ടി ആ റബ്ബിലേക്കുള്ള ആരാധനകളിൽ ഇടയാളന്മാരെ കൊണ്ടുവരികയാണ്. വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്, മാ നഅബുദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫാ. അവരെന്തിനാണ് അല്ലാഹുവിന് പുറമെ ലാത്തയെ ഉസ്സയെ ആരാധിച്ചിരുന്നത് എന്ന് ചോദിച്ചാൽ അതിന്റെ മറുപടിയായി അവർ പറഞ്ഞിരുന്നത്, ഞങ്ങൾ അല്ലാഹുവിന്റെ സാമീപ്യം കിട്ടാൻ അതിനു വേണ്ടിയാണ് ഇവരെ ഞങ്ങൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നാൽ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സമൂഹത്തെ അല്ലാഹുവിലേക്ക് കൊണ്ടുവരുന്നു. ആ സമൂഹത്തോട് പറയുന്നു, വഇദാ
സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത്തദ് ദാഇ ഇദാ ദഅാനി. പ്രവാചകരെ, ആ ജനതയോട് പറഞ്ഞു കൊടുക്കണം, എന്റെ അടിമകൾക്ക് താങ്കൾ പറഞ്ഞു കൊടുക്കണം, എന്നെ കുറിച്ച് പറഞ്ഞു കൊടുക്ക്. ഫഇന്നി ഖരീബ്, ഞാൻ അവർക്ക് വളരെ അടുത്തവനാണ്, ഞാൻ അവർക്ക് വളരെ അടുത്തവനാണ്. അതെ, അതുകൊണ്ട് പ്രാർത്ഥിക്കുന്നവൻ എന്നോട് പ്രാർത്ഥിച്ചു കൊള്ളട്ടെ, ഞാൻ അവന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകാം. അതിനിടയിൽ ഒരു ഇടയാള സങ്കല്പം, ഒരു മധ്യവർത്തിയെ കൊണ്ടുവരാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നില്ല. ഇങ്ങനെ ആയത്തുകൾ കൃത്യമായി വിശുദ്ധ ഖുർആനിൽ റബ്ബിലേക്ക് മടങ്ങാനുള്ള ആഹ്വാനം നൽകിക്കൊണ്ടുള്ള ആ സമൂഹത്തിലേക്ക് പഠിപ്പിച്ചു കൊടുത്ത ആയത്തുകൾ നിലനിൽക്കുകയാണ്. പല ആളുകളും അല്ലാഹു എന്ന് പറഞ്ഞാൽ ഒരു ട്രാൻസ്ഫോർമർ പോലെയാണ്, നേരിട്ട് കണക്ഷൻ എടുത്താൽ അടിച്ചു പോകും, അത് ഫീസായി പോകും. അതുകൊണ്ട് നേരിട്ട് പറയാൻ പാടില്ല. നമ്മുടെ സങ്കടങ്ങള് മഹാന്മാരോട്, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നമ്മൾ പറയുക. ഇതൊക്കെ പറഞ്ഞപ്പോ വർഷങ്ങൾക്ക് മുമ്പ് മദർ തെരേസ മരണപ്പെട്ട സമയത്ത് ആ മദർ തെരേസയുടെ ഒരു ആരാധ്യൻ നടത്തിയ ഒരു സംസാരമുണ്ടായിരുന്നു. എന്തായിരുന്നു ആ സംസാരത്തിൽ അദ്ദേഹം പറഞ്ഞത്? ഇപ്പോൾ അമ്മ മരണപ്പെട്ടതിലാണ് ഞങ്ങൾക്ക് സന്തോഷം. എന്തേ? ഇപ്പോൾ അമ്മ കർത്താവിന്റെ സന്നിധിയിലാണ്, ഇപ്പോൾ അമ്മ കർത്താവിന്റെ സന്നിധിയിലാണ്. അതുകൊണ്ട് അമ്മയോട് ഞങ്ങൾക്ക് പറയാമല്ലോ, അമ്മേ, കർത്താവിൽ നമ്മ വിടുതൽ വാങ്ങിത്തരേണമേ. ഈ രൂപത്തിലുള്ള ഒരു ആചാരമാണ്, അല്ലെങ്കിൽ ഈ രൂപത്തിലുള്ള വിശ്വാസമാണ് മുസ്ലിം എന്ന് പറയുന്ന പലരും, പ്രിയപ്പെട്ടവരെ, ഇന്ന് പുൽകിക്കൊണ്ടിരിക്കുന്നത്. ഇത് നിസ്സാരമായ കാര്യമല്ല. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. അതെ, നിങ്ങൾ മുൻഗാമികളെ ചാണിനു ചാണായി മുഴത്തിനു മുഴമായി പിന്തുടരുക തന്നെ ചെയ്യും. സ്വഹാബത്ത് ചോദിച്ചില്ലേ, ജൂതനസറാക്കളെയാണോ പ്രവാചകരെ അങ്ങ് ഉദ്ദേശിക്കുന്നത്? അള്ളാന്റെ റസൂല് ചോദിച്ചു, ഫമൻ, അല്ലാതെ പിന്നെ ആരെയാണ്? എന്താ ജൂതനസറാക്കളുടെ സമ്പ്രദായം എന്ന് പറഞ്ഞാൽ? അള്ളാഹുവിന്റെ റസൂല് ലോകത്തോട് വിട പറയുന്നതിന്റെ 5 ദിവസം മുമ്പ് സമൂഹത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് അവിടുത്തെ മെമ്പറിൽ കയറി സംസാരിച്ച അവസാനത്തെ സംസാരത്തിൽ അവിടുന്ന് പറയുകയാണ്, ഖാത്തലല്ലാഹുൽ യഹൂദ വന്നസ്വാറ, ജൂതനസ്രാണികളെ അല്ലാഹു ശപിച്ചിരിക്കുന്നു. കാരണം എന്താണെന്നറിയുമോ? ഇത്തഖദൂ ഖുബൂർ അംബിയാഇഹിം മസാജിദ, അവരിലേക്ക് ദീന് പഠിപ്പിക്കാൻ കടന്നു വന്ന അംബിയാഇന്റെ ഖബറുകളെ ആരാധനാ കേന്ദ്രങ്ങളാക്കി മാറ്റി. അത് വിശദമായി ശേഷം ചർച്ച ചെയ്യുന്ന വിഷയമാണ്, അവിടേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷേ ഇതാണ് നമ്മൾ നിത്യവും അല്ലാഹുവിന്റെ മുന്നിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത്, ഗൈരിൽ മഗ്ലൂബി അലൈഹിം വലല്ലാലീൻ എന്ന് റബ്ബിന്റെ മുന്നിൽ. ഇനി ഇതാ ഇശാ നമസ്കാരം നിർവഹിക്കാൻ നിർത്തിയാൽ അവിടെയും നമ്മൾ 4 തവണ പറയുന്നുണ്ട്. എന്നിട്ട് പിന്നെ പലരും പിന്നെയും പോകുന്നത് ഖബറുകൾക്ക് മുന്നിലേക്കാണെങ്കിൽ, പ്രിയപ്പെട്ടവരെ, റബ്ബിന്റെ മുന്നിൽ ഈ പറഞ്ഞ വാക്കിന് എന്ത് വിലയാണ് ജീവിതത്തിൽ നമ്മൾ കൊടുക്കുന്നത് എന്നത് ഒന്ന് ആത്മാർത്ഥമായി ഗൗരവത്തോടുകൂടി ചിന്തിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കാര്യങ്ങളെ കൃത്യമായി പ്രമാണബദ്ധമായി പഠിച്ചു മനസ്സിലാക്കി വിശ്വാസത്തിലെ പുഴിക്കുത്തുകൾ പരിഹരിച്ച് വന്ന തെറ്റുകളിൽ അല്ലാഹുവിന്റെ മുന്നിൽ തൗബ ചെയ്ത് മടങ്ങിയിട്ടില്ലെങ്കിൽ ആഖിറം നഷ്ടമായിരിക്കും. ഇഹലോകവും നമുക്ക് പ്രശ്നങ്ങളും പ്രയാസങ്ങളും കൂടുകയല്ലാതെ ഒരിക്കലും കുറയുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയില്ല എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി അത് ഉൾക്കൊണ്ട് അവന്റെ മതത്തിലായി ജീവിച്ച് അങ്ങനെ തന്നെ മരിക്കാനും അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.